NIOS പരീക്ഷയുടെ വാല്യുവേഷൻ അത് ഈസി ആയിരിക്കോ ഹാർഡ് ആയിരിക്കോ? പല കുട്ടികളും ഇതിനെക്കുറിച്ച് ബോധേഡാണ്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ MCQ ആണ് NIOS പരീക്ഷയിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് എത്ര പേർക്ക് അറിയാം? നിങ്ങൾ ഏതെങ്കിലും ഉത്തരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എഴുതാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ബ്ലാങ്ക് ആക്കി ഇടാറാണോ പതിവ്? ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ പഴയ കാലത്ത് എങ്ങനെയാണോ നിങ്ങൾ ആൻസേഴ്സ് എഴുതിയിരുന്നത് ആ പാറ്റേൺ ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? എന്നാൽ അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. യെസ്, ദിസ് ഇസ് സുധർമ്മ ഫ്രം ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം. ഈ പറഞ്ഞ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചോദിച്ച കുറെ കാര്യങ്ങൾ ഇത് NIOS പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ കുട്ടികളുടെയും മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനുള്ള ഉത്തരം ആദ്യം അറിയണമെങ്കിൽ നമ്മൾ ആദ്യം NIOS എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആദ്യം പരിചയപ്പെടണം. NIOS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമുക്കറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 2 സെക്ഷൻസ് ആണ് കാണുന്നത്. സെക്ഷൻ A, സെക്ഷൻ B. സെക്ഷൻ എയിൽ പ്രധാനമായിട്ടും 1 മാർക്കോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ആദ്യം തന്നെ അതിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അറിയാലോ, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻ നൽകും. നിങ്ങൾ അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതണം. രണ്ടാമത്തേത് വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഒരു സ്റ്റേറ്റ്മെന്റ് നൽകും, അതിൽ ഏതെങ്കിലും ഒരു ഭാഗം ബ്ലാങ്ക് ആയിരിക്കും, അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഫിൽ ചെയ്യണം. ദെൻ ട്രൂ ഓർ ഫാൾസ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ, അതായത് നിങ്ങൾക്ക് കോണ്ടന്റ് അതിൻ്റെ ഒരു എക്സാക്റ്റ് രൂപത്തിൽ അറിഞ്ഞിരിക്കണം. ദെൻ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പാസേജ് നൽകിയിട്ട് അതിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻസ് നൽകും. അപ്പോൾ നമ്മൾ ആ ഒരു അസേഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എയിൽ ഉണ്ടായിരിക്കുന്നത്. സോ ഇതിൽ പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 or 2 മാർക്ക്, 1 മാർക്കോ 2 മാർക്കോ ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വാട്ട് അബൌട്ട് നെക്സ്റ്റ് സെക്ഷൻ വിച്ച് ഈസ് സെക്ഷൻ B. സെക്ഷൻ ബിയുടെ പ്രത്യേകത അത് ഡീറ്റെയിൽഡ് ആൻസറോ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പൊതുവെ ഒരു 3 മാർക്കിന്റെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഈ സെക്ഷൻ ബിയിലാണ്. അപ്പോൾ സെക്ഷൻ എയും സെക്ഷൻ ബിയും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ചോദ്യം, ഇതിൽ നിങ്ങൾ ആദ്യം ഏതെഴുതും? സെക്ഷൻ എ എഴുതണോ സെക്ഷൻ ബി എഴുതണോ? നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ NIOS ക്വസ്റ്റ്യൻ പേപ്പർ ലഭിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ആദ്യം സെക്ഷൻ എ ആണോ സെക്ഷൻ ബി ആണോ എന്ന് എഴുതാറുള്ളത്? എങ്ങനെ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതാറുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം എക്സാം എഴുതുന്ന സമയത്ത് സെക്ഷൻ എ വേണോ സെക്ഷൻ ബി വേണോ എന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എന്താണെന്ന് അറിയണോ? അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കാണണമെന്നാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.